എന്റെ പെറ്റമ്മ എനിക്കൊരു പിടി വറ്റ് വാരി തരുന്ന ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല. എന്നിട്ടും ഭഗവാൻ എനിക്കത് നടത്തി തന്നു. ഭഗവാൻ എന്നോട് പറഞ്ഞിരിക്കുക, ശ്യാമേ, നിനക്ക് പറ്റാവുന്ന അത്രയും നിന്റെ മോളെ സ്നേഹിച്ചോള. ആ പണം കൊടുത്ത് രാധികയുടെയും വരുണിന്റെയും ജീവിതം സുഖകരമാക്കണമെന്നാ എന്റെ അഭിപ്രായം. പത്മിനിക്കോ? ഞാനെന്തു പറയാനാ പരമേശ്വരേട്ടാ, എല്ലാവരുടെയും സങ്കടം കാണുമ്പോ ചങ്ക് പൊട്ടിപ്പോകുന്നുണ്ട്. ഇനി പ്രിയങ്കയും സുകുമാരിയമ്മയും പ്രതികാരം ചെയ്യാൻ ഇറങ്ങിത്തിരിച്ച് രാധിക മോളങ്ങാനും നമുക്കിടയിൽ നിന്നും പോകേണ്ടി വന്ന ആ വേദന മറികടക്കാൻ നമുക്കൊരിക്കലും പറ്റില്ല. വരുൺ, ആരതി വർമ്മയുടെ അടുത്ത് പോയിട്ട് അവര് ചോദിച്ച നഷ്ടപരിഹാരം കൊടുക്കാൻ നമ്മൾ തയ്യാറാണെന്ന് പറയൂ. അച്ഛാ, ഞങ്ങൾക്ക് നിന്റെ ജീവിതമാടാ വലുത്, അല്ലാതെ പണമല്ല. നിന്റെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടി നമുക്കുള്ളതെല്ലാം പ്രിയങ്ക ചോദിച്ചിരുന്നെങ്കിലും ഞാൻ ഈ മറുപടി തന്നെ പറയും. അച്ഛാ, നിന്നെ എനിക്ക് അത്ര ഇഷ്ടമായത് കൊണ്ടല്ലടാ. പിന്നൊരു കാര്യം, ഈ കാര്യം അറിയുമ്പോ ശ്യാമ ചിലപ്പോ ഒരു തീരുമാനമെടുത്തേക്കാം. ആവശ്യമായ പണം ശ്യാമ തരാമെന്ന് പറയും. ഒരു കാരണവശാലും അത് സമ്മതിക്കരുത്. അത് നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സിന് ചേർന്നതല്ല. ശരി അച്ഛാ. സന്തോഷമായില്ലേടാ നിനക്ക്? പ്രിയങ്ക നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതോടെ എന്റെ മോനൊന്ന് മനസമാധാനത്തോടെ ജീവിച്ചൂടെ? അതെ അമ്മേ, ഇനിയെങ്കിലും സമാധാനമായിട്ട് ജീവിക്കണം. അതേടാ, നീ ഇപ്പൊ ആഗ്രഹിച്ചതൊക്കെ നേടിയില്ലേ? രാധിക സ്വന്തമായി. ജീവിതത്തിന് ഭീഷണിയായ പ്രിയങ്ക പടിയിറങ്ങാൻ പോകുന്നു. പിന്നെ എല്ലാത്തിനും അപ്പുറത്ത് ശ്യാമയുടെ സാന്നിധ്യവും. ദൈവം കൂടെയുണ്ടെന്നുള്ളതിന് തെളിവാ മോനെ ഇതൊക്കെ. ആരോട് നന്ദി പറയുന്നതിനേക്കാൾ കൂടുതൽ എന്റെ മുത്തശ്ശിയോടെ നന്ദി പറയണ്ടേ? മുത്തശ്ശി അങ്ങനെ എന്റെ കൂടെ നിന്നിട്ടുണ്ട്. അതിന്റെ ഉത്തരം നിന്റെ അച്ഛൻ പറഞ്ഞില്ലേ? നിന്നെ അത്രയ്ക്ക് ഇഷ്ടായതുകൊണ്ടല്ലേ? ഞങ്ങൾക്കൊരു ധൈര്യമുണ്ടടാ. എല്ലാ കാലത്തും ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് തണലായിട്ട് നീ ഉണ്ടാവൂന്ന്. ശ്യാമ കൂടി ഇരുന്നോ, ഞാൻ വിളമ്പിത്തരില്ലേ? ഞാൻ വിളമ്പി കൊടുക്കട്ടെ അടുത്തേ? ഇത്രയും കാലം എനിക്കിതൊന്നും പറ്റിയിട്ടില്ലല്ലോ. ആര് പറഞ്ഞു പറ്റിയിട്ടില്ലാന്ന്? ആൾമാറാട്ടക്കാരി ഫിദ എനിക്ക് വിളമ്പി തന്നിട്ടുണ്ടല്ലോ. എന്നെ വാരി കഴിപ്പിച്ചിട്ടുണ്ടല്ലോ. എന്നെ നെഞ്ചിൽ ചേർത്ത് പിടിച്ചിട്ടുണ്ടല്ലോ. ഉറക്കിയിട്ടുണ്ടല്ലോ. പിന്നെന്താ? അന്നൊരു മറയുണ്ടായിരുന്നല്ലോ, ഇപ്പൊ അതില്ല. അതുകൊണ്ടാ പറഞ്ഞത്.
ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് വാരി തന്നോണ്ടാ ഞാനിങ്ങനെ കഴിക്കും. തന്നത് കഴിച്ചിറക്കണ്ടേ? അതൊക്കെ ഇറങ്ങിക്കോളും. രുചിയുണ്ടോ മോളെ? അങ്ങനെയൊക്കെ ചോദിച്ചാ ഞാൻ കരയും. ഇപ്പൊ എന്തിനാ കരയുന്നേ? അമ്മയുടെ കൈതൊട്ട ഭക്ഷണല്ലേ, അതിന്റെ രുചി എത്രയാന്ന് യശോദാമ്മയുടെ അടുത്ത് നിൽക്കുമ്പോഴേ എനിക്കറിയാം. എന്റെ പെറ്റമ്മ എനിക്കൊരു പിടി വറ്റ് വാരി തരുന്ന ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല. എന്നിട്ടും ഭഗവാൻ എനിക്കത് നടത്തി തന്നു. ഭഗവാൻ എന്നോട് പറഞ്ഞിരിക്കുക, ശ്യാമേ, നിനക്ക് പറ്റാവുന്ന അത്രയും നിന്റെ മോളെ സ്നേഹിച്ചോളെ. എന്നാലും ഒന്നിച്ചങ്ങോട്ട് കൊടുക്കണ്ട, കുറച്ച് സ്നേഹം ബാക്കി വെച്ചേക്ക് ശ്യാമേ. ഒട്ടും ബാക്കി വെക്കാൻ തോന്നുന്നില്ല. അവൾക്ക് മകളാവാനും എനിക്ക് അമ്മയാവാനും കൊതിയുണ്ട്, അല്ലേ മോളെ? ഇതോട് കഴിക്ക. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? ഞാൻ കണക്കും കാര്യങ്ങളൊന്നും ചോദിക്കാനെന്ന് കരുതരുത്. കൂടെ ജീവിക്കുന്ന ഒരാള് കണക്കുകൾ ചോദിച്ചാൽ ബുദ്ധിമുട്ടുള്ള ഒരാളല്ല ഞാൻ. നമ്മുടെ കമ്പനി കുറച്ച് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുവെന്ന് വരുൺ പറഞ്ഞറിഞ്ഞു. സത്യമാണ്. തൽക്കാലം വരുണത് മാനേജ് ചെയ്തു പോകുന്നുണ്ട്. അല്ല, ഈ അവസരത്തില് 25 കോടി രൂപ ഇതിനു വേണ്ടി മുടക്കാന്ന് പറഞ്ഞ പ്രശ്നമാവില്ലേ? ചോദിച്ചത് സത്യമാണ്. പെട്ടെന്ന് ഇത്രയും വലിയൊരു തുക മാറ്റിവെക്കേണ്ടി വരുമ്പോ കുറച്ച് റിസ്ക് ഉണ്ട്. പക്ഷേ ചെയ്യാതെ നിവൃത്തിയില്ലല്ലോ. വരുണിന് വേണ്ടിയല്ലേ, രാധികയ്ക്ക് വേണ്ടിയല്ലേ. അവർക്ക് സമാധാനമായൊരു ജീവിതം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാടോ സമാധാനമായിട്ട് ഉറങ്ങുക? പിടിച്ചു വാങ്ങുന്നവര് കൊണ്ടുപോകുന്നെങ്കിൽ കൊണ്ടുപോട്ടെ. അവരത് കൊണ്ടുപോയി സമാധാനമായിട്ട് ജീവിക്കുന്നെങ്കിൽ ജീവിച്ചോട്ടെ.